ഹിജാബ് വിവാദമുണ്ടായ കൊച്ചി പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിൽ തുടരാൻ മകൾക്ക് താൽപ്പര്യമില്ല എന്ന് പെൺകുട്ടിയുടെ പിതാവ് ഇന്ന് പറയുകയാണ്. സ്കൂൾ അധികൃതർ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുകൂടി കുട്ടിയുടെ പിതാവ് അനസ് പറയുന്നുണ്ട്. വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടുപോയ ഒരു കാര്യം, അതിലിപ്പോൾ ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നതാണ്, ഇങ്ങനെയുള്ള വിഷയം ഇവിടെ ആവശ്യമില്ല, കൂടുതൽ ചർച്ചകളിലേക്ക് പോകാതെ പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ സ്കൂളിലേക്ക് ഇനി എത്താൻ താല്പര്യമില്ല എന്ന് ഒരു വിദ്യാർത്ഥി പറയുമ്പോൾ അത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന ഒരു ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് പഠിക്കുന്ന കുട്ടികളിലേക്ക് എത്താതെ തന്നെ കൃത്യമായിട്ട് മുന്നിലേക്ക് പോകേണ്ട ഒരു കാര്യമായിരുന്നു. അവിടെയാണ് ആ കുട്ടിക്ക് ഇനി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായ സ്കൂളിലേക്ക് വരാൻ താല്പര്യമില്ല. വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുതായിരുന്നു. അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, മറിച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ വിദ്യാർത്ഥിയെ സ്കൂൾ മാറ്റേണ്ടി വരും എന്നുള്ള വിവരമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. മാനേജ്മെന്റ് ഇതുവരെയും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ആ കുട്ടിയുടെ പിതാവായ അനസ് പറയുന്നത്. പക്ഷേ ഈ സ്കൂൾ മാനുവൽ പ്രകാരം മുന്നിലേക്ക് പോകാൻ ആ പിതാവും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. ശരിയാണ്, ആ ഒരു കുട്ടിയുടെ പിതാവ് പറഞ്ഞതാണ്, മറ്റു വിഷയങ്ങളിലേക്ക് പോകാതെ, വിവാദങ്ങളിലേക്ക് പോകാതെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ തങ്ങൾ ബാധ്യസ്ഥരാണ്, ആ രീതിയിലാണ് പോകും എന്നുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നതാണ്. പക്ഷേ അതിനുശേഷം ഇങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക്, തീരുമാനത്തിലേക്ക് ആ കുട്ടി പോയത് എന്തുകൊണ്ടാണ്, ആ കാര്യം അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്പസമയം മുമ്പ്. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രദീപ്, ഇത് എത്ര വലിയ വിഷയമായി പോയാലും കുട്ടികൾക്കിടയിലേക്ക് ഇങ്ങനെയുള്ള വിവാദങ്ങളൊന്നും കടന്നു ചെല്ലരുതായിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് കേരള സമൂഹം ഒന്നാകെ ഈ വിഷയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പേടിച്ചതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം അത് തടസ്സപ്പെടുന്ന തരത്തിൽ, ആ സ്കൂളിൽ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല എന്നാണ് ആ കുട്ടി പറയുന്നത് എന്നാണ് പിതാവ് ഇപ്പോൾ അറിയിക്കുന്നത്. കുട്ടിക്ക് സ്കൂളിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പിതാവ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വിശദമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. അതേസമയം അല്പസമയത്തിനുള്ളിൽ തന്നെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അധികൃതരും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനോട് ഉള്ള പ്രതികരണം ഉൾപ്പെടെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്കൾ ചൊവ്വ ദിവസം സ്കൂളിന് അവധിയായിരുന്നു. അതിനുശേഷം ബുധനാഴ്ച മുതൽ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങൾ, ഈ 3 ദിവസങ്ങളിലും ബുധൻ, വ്യാഴം കൂടാതെ ഇന്ന് വെള്ളിയാഴ്ച, ഇന്നും കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് മാതാപിതാക്കൾ ഒരു അന്തിമ തീരുമാനമെടുത്തിരിക്കുന്നത്. തുടർന്ന് ഇതേ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല എന്ന്. അതേസമയം